ഇന്ത്യയിലെ വിവിധോദ്ദേശ പദ്ധതികളെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ വിവിധോദ്ദേശ പദ്ധതികൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതിയാണ് ദാമോദർ വാലി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ് അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് മഹാനദിയിലുള്ള ഹിരാകുഡ് അണക്കെട്ട്. ഒഡീഷയിലെ മഹാനദിയിലുള്ള ഹിരാകുഡ് അണക്കെട്ടാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ്. ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മഹാനദി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാകുഡ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലുള്ള തെഹ്രി അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലുള്ള തെഹ്രി അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതെന്ന് ചോദ്യത്തിന് ആൻസർ എന്താണ്? തെഹ്രി അണക്കെട്ടാണ്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാഗീരഥി നദി. തെഹ്രി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗീരഥി നദി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്. ഉത്തരാഖണ്ഡിലെ ഭാഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് സത്ലജ് നദിയിലുള്ള ബക്രാനങ്കൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് സത്ലജ് നദിയിലുള്ള ബക്രാനങ്കൽ. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ തടാകം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമാണ് ബക്ര അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമാണ് ബക്ര അണക്കെട്ട്. ഈ ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ് നദി. നോട്ട് ചെയ്യുക. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ് നദി. ആന്ധ്രാപ്രദേശിനെയും കർണാടകത്തിനെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകത്തിന്റെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം ജലസേചന പദ്ധതി. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകത്തിന്റെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം ജലസേചന പദ്ധതി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതി, ഗ്യാൻഡക് പദ്ധതി എന്നിവ. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ്
കോസി പദ്ധതി, ഗ്യാൻഡക് പദ്ധതി എന്നിവ. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മധ്യപ്രദേശിലെ നർമ്മദ നദി. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മധ്യപ്രദേശിലെ നർമ്മദ നദി. നമുക്ക് വിവിധോദ്ദേശ പദ്ധതികളെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പദ്ധതിയാണ് ദാമോദർ വാലി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഒഡീഷയിലെ മഹാനദിയിലുള്ള ഹിരാകുഡ്. ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ്. ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഹിരാകുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മഹാനദി ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി അണക്കെട്ട്. തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഭാഗീരഥി നദി. തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗീരഥി നദി ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ടാണ് സത്ലജ് നദിയിലുള്ള ബക്രാനങ്കൽ അണക്കെട്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം ആണ് ബക്ര അണക്കെട്ട്. നോട്ട് ചെയ്യാം. ഇന്ത്യയിലെ ഉയരം കൂടിയ രണ്ടാമത്തെ അണക്കെട്ട് ചോദിച്ചാൽ ബക്രാനങ്കലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാമാണ് ബക്ര അണക്കെട്ട്. ബക്ര അണക്കെട്ട് രൂപം കൊടുക്കുന്ന തടാകമാണ് ഗോവിന്ദ് സാഗർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന നദിയാണ് സത്ലജ് നദി. ആന്ധ്രാപ്രദേശിന്റെയും കർണാടകത്തിന്റെയും സംയുക്ത സംരംഭമായ വിവിധോദ്ദേശ പദ്ധതിയാണ് തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതി. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ജലസേചന പദ്ധതിയാണ് പോളാവാരം ജലസേചന പദ്ധതി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതിയും ഗ്യാൻഡക് പദ്ധതിയും. ഗ്യാൻഡക് പദ്ധതിയും കോസി പദ്ധതിയും. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ നദി. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഓംകാരേശ്വർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ നദി. നർമ്മദ നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനി നമുക്ക് നദീതട പദ്ധതികളും നദികളും നമുക്കൊന്ന് നോക്കാം. ബക്രാനങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ പദ്ധതി സത്ലജ് നദി. ദാമോദർ വാലി പദ്ധതി ദാമോദർ നദി. ബക്രാനങ്കൽ പദ്ധതി സത്ലജ് നദി. ദാമോദർ വാലി പദ്ധതി ദാമോദർ നദിയിലാണ്. ഹിരാകുഡ് പദ്ധതി മഹാനദിയിലാണ്. റിഹാന്ത് പദ്ധതി റിഹാന്ത് നദിയിലാണ്. തുംഗഭദ്ര പദ്ധതി തുംഗഭദ്ര നദിയിലാണ്. തെഹിരി പദ്ധതി ഭഗീരഥി നദിയിലാണ്. തെഹിരി പദ്ധതി ഭഗീരഥി നദിയിലാണ്. ദുൽഹസ്തി പദ്ധതി ചിനാബ് നദിയിലാണ്. ദുൽഹസ്തി പദ്ധതി ചിനാബ് നദിയിലാണ്. കോസി പദ്ധതി കോസി നദിയിലാണ്. ഗാന്ധി സാഗർ പദ്ധതി ചമ്പൽ നദിയിലാണ്. ഗാന്ധി സാഗർ പദ്ധതിയും റാണ പ്രതാപ് സാഗർ പദ്ധതിയും ചമ്പൽ നദിയിലാണ്. ഗാന്ധി സാഗർ പദ്ധതി, റാണ പ്രതാപ് സാഗർ പദ്ധതി എന്നിവ ചമ്പൽ നദിയിലാണ്. നാഗാർജുന സാഗർ പദ്ധതി കൃഷ്ണ നദിയിലാണ്. നാഗാർജുന സാഗർ പദ്ധതി കൃഷ്ണ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദീതട പദ്ധതികളെ കുറിച്ചൊന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. പദ്ധതികളും നദികളും. ബക്രാനങ്കൽ പദ്ധതി സത്ലജ് നദിയിൽ. ദാമോദർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിൽ തന്നെയാണ്. ഹിരാകുഡ് പദ്ധതി മഹാനദിയിലാണ്. റിഹാന്ത് പദ്ധതി റിഹാന്ത് നദിയിലാണ്. തുംഗഭദ്ര പദ്ധതി തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. തെഹിരി പദ്ധതി ഭഗീരഥി നദിയിലാണ്. ദുൽഹസ്തി പദ്ധതി ചിനാബ് നദിയിലാണ്. ദുൽഹസ്തി പദ്ധതി ചിനാബ് നദിയിലാണ്. കോസി പദ്ധതി കോസി നദിയിൽ തന്നെയാണ്. ഗാന്ധി സാഗർ പദ്ധതി, റാണ പ്രതാപ് സാഗർ പദ്ധതി എന്നിവ ചമ്പൽ നദിയിലാണ്.
സാഗർ കണക്ട് ചെയ്യുക. രണ്ട് സാഗറും എവിടെയാണ്? ചമ്പൽ പദ്ധതിയിലാണ്. റാണ പ്രതാപ് സാഗർ പദ്ധതി, ഗാന്ധി സാഗർ പദ്ധതി എന്നിവ ചമ്പൽ നദിയിലാണ്. എന്നാൽ നാഗാർജുന സാഗർ കൃഷ്ണയിലാണ്. അർജുനനും കൃഷ്ണനും നോട്ട് ചെയ്യുക, അർജുനനും കൃഷ്ണനും. ഓക്കെ, നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? വിവിധോദ്ദേശ പദ്ധതികളെ കുറിച്ചുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്